അഡ്വക്കേറ്റ് നിജേഷ് അരവിന്ദ് ഈ ജനപ്രതിനിധികൾ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണമെന്നാണ് KCBC ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് വഖഫ് വിഷയത്തിൽ ഞങ്ങൾക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട്, ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു സമീപനം ഉണ്ടാകില്ല എന്ന് കോൺഗ്രസ് തീർത്ത് പറയുകയാണ്. എങ്ങനെയാണ് KCBCയുടെ ഈ അഭ്യർത്ഥനയെ കോൺഗ്രസ് നിരാകരിക്കുന്നത്? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏത് വിഷയത്തിലും വളരെ വ്യക്തമായ നിലപാടുകളുണ്ട്. അത് ഏതെങ്കിലും ആളുകൾ ചാനൽ മുറിയിൽ കയറിയിരുന്നുകൊണ്ട് കോൺഗ്രസിനെ ഭാവി കാണുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടോ, ഇനി കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു ഞങ്ങൾ, അത് ഒക്കെ നഷ്ടപ്പെട്ടു, ഞങ്ങൾ കാര്യം നോക്കി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല. മുനമ്പം വിഷയത്തിൽ ആദ്യം മുതലേ ഞങ്ങൾ പറയുന്നത് അവിടെയുള്ള ആളുകൾക്കൊപ്പമാണ് ഞങ്ങൾ. ഇതിന് യാതൊരു സംശയവുമില്ല, മാറ്റവുമില്ല. ഈ ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഈ വിഷയത്തിനെ കത്തിച്ച് പിടിച്ച് മുതലെടുക്കാൻ ശ്രമിച്ചത്. അത് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലഘട്ടം മുതൽ ഇതിൽ നിന്ന് എന്ത് മുതലെടുക്കാമെന്നുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത്. ഒരു ഇരുത്തത്തിന് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. ഇതിന് ഒരു ദേശീയ വിഷയമാക്കി ഉയർത്തി വലുതാക്കി കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ല മുനമ്പം വിഷയത്തിൽ. അതുകൊണ്ട് ആ കാര്യത്തില് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അത് കാസയുടെ പ്രതിയോടാണെങ്കിലും ആക്ടിവിസ്റ്റിന്റെ പ്രതിയോടാണെങ്കിലും പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, എന്റെ സുഹൃത്ത് കാസയുടെ പ്രതിനിധി വളരെ വൈകാരികമായി കോൺഗ്രസിനെ പറ്റി, സജി ജോസഫിനെ പറ്റി പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ കടന്നു വന്നത്. മിസ്റ്റർ കെവിൻ പീറ്റർ, നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വലിയ വായിൽ പറയുന്ന സമയത്ത് നമ്മൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. നിങ്ങൾ വോട്ട് മാറ്റി പറഞ്ഞത് അല്ല അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. കെവിൻ പീറ്ററെ, നിങ്ങൾ ഈ കാണുന്ന കുറച്ച് ആളുകളെ മനസ്സിനകത്തേക്ക് വൈകാരിക തലത്തിൽ എണ്ണയൊഴിക്കാൻ നിൽക്കുമ്പോ അങ്ങ് മണിപ്പൂരിലെ 300 ചില്ലാനും പള്ളികൾ തകർത്ത് അവിടെ കെവിൻ പീറ്റർ മനസ്സിലാക്കാം. നീലിമ ഒരു മിനിറ്റ് കോൺഗ്രസിന്റെ തലയിൽ കയറി പോകുമ്പോ നീലിമ ഒരു മിനിറ്റ് ആളില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ കെവിൻ പീറ്റർ, നിങ്ങൾ കേട്ടോ, അവിടെ മാമോദീസ ഇല്ലപ്പോ, ആദ്യ കുർബാനയില്ല, ശവമടക്കുമില്ല, സൺഡേ സ്കൂളുമില്ല, പള്ളിയുമില്ല, കുർബാനയുമില്ല, നിരത്തിപ്പോയി. നിങ്ങൾ എന്ത് നിലപാടെടുത്തത്? നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ നിലപാടെടുത്തത് ഇന്ന് തായ്ലാന്റിൽ, ഇന്നലെ അമേരിക്കയിൽ, അവിടെ ഇവിടെയൊക്കെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്ന് മണിപ്പൂരിൽ പോയോ? അവിടുത്തെ പള്ളിയിലച്ഛനെ കണ്ടോ? അവിടുത്തെ കന്യാസ്ത്രീകളെ കണ്ടോ? അവിടുത്തെ നിങ്ങൾ ഇടയ സഹോദരങ്ങളെ കണ്ടോ? അതുകൊണ്ട് ഇവിടെ വന്ന് ന്യായീകരിച്ച് കോൺഗ്രസ് ഞങ്ങൾ ഇല്ലായ്മ ചെയ്യാമെന്ന് പോകണ്ട. അത് ഞാൻ കേട്ടു, നീലിമ കേട്ട് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേട്ടോ, അങ്ങനെ ആളില്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ചു പോകാൻ ഒരു ക്ലാസ്സുകാരും ശ്രമിക്കണ്ട. എനിക്ക് ചർച്ചയിലേക്ക് മുനമ്പത്തിൽ നിന്ന് തുടങ്ങി വെക്കാം. നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് മുനമ്പത്ത് നിങ്ങളുടെ നിലപാട് എന്താണ്? അവിടെയുള്ള ആളുകൾക്ക് ആ ഭൂമി വിട്ടുകൊടുക്കണം. അവർക്ക് കരമടയ്ക്കാൻ അവർക്ക് പൂർണ്ണ അധികാരം കിട്ടണം. എങ്ങനെയാണ് അത് കിട്ടുക? അവർക്ക് ആ ഭൂമിയിന്മേൽ റവന്യൂ അധികാരം പുനഃസ്ഥാപിക്കാൻ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള വഴി എന്താണ്? ഇപ്പോഴുള്ള വഴി ഗവൺമെന്റ് ചർച്ച ചെയ്യുക, തീരുമാനിക്കുക. ഫറൂഖ് കോളേജ് ക്ലെയിം ചെയ്യാത്തൊരു സ്ഥലത്ത് ഫറൂഖ് കോളേജിന്റെ ഭൂമിയാണ്, ഫറൂഖ് കോളേജ് കൈമാറ്റം ചെയ്ത ഭൂമിയാണ്. ഫറൂഖ് കോളേജ് 87 വീണ്ടും വില വാങ്ങിക്കൊടുത്ത് രജിസ്റ്റർ ചെയ്തെടുത്ത ഭൂമിയാണ്. അത് ഗവൺമെന്റ് തീരുമാനം എടുത്ത് കൈമാറുക. എന്തായാലും സംശയമുള്ളത് അതിനിടയ്ക്ക് കേരള ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായി ഈ ജുഡീഷ്യൽ കമ്മീഷൻ വിഷയത്തിലൊക്കെ വന്നപ്പോൾ വളരെ കൃത്യമായി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത് നിയമത്തിനകത്ത് നിന്ന് തൽക്കാലം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല, അത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന് ഹൈക്കോടതി വളരെ വ്യക്തമാക്കുമ്പോൾ എങ്ങനെയാണ് നിജേഷ് ഇവിടെ സർക്കാരിന് അത്തരത്തിലൊരു തീരുമാനമെടുത്ത് ഇങ്ങനെ റവന്യൂ അധികാരം കൊടുക്കാമെന്ന് പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അതിന് വഴങ്ങുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ആ സമരപന്തലിൽ വന്ന് മുനമ്പത്തിന്റെ വിഷയം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നും ആ നിലപാടിൽ മാറ്റമില്ല. അതിനുശേഷം ഇടപെടൽ ഉണ്ടായിട്ടില്ല. പകരം അവിടുത്തെ ഭൂമി വഖഫിന്റേതാണ്, അത് വഖഫിന്റെ ഭൂമി വഖഫിന് തന്നെ ലഭിക്കണം എന്നുള്ള കൃത്യമായ നിലപാടാണ് മുസ്ലിം ലീഗ്. അതിന് ഉപോത്ബലകമായി സമസ്ത മുന്നോട്ട് വെക്കുന്നത്. ഇതിനപ്പുറത്ത് നിന്നുകൊണ്ടൊരു നിലപാടെടുക്കാൻ തൽക്കാലം കോൺഗ്രസിന് കഴിയില്ലല്ലോ നിജേഷ് അരവിന്ദ്.
ഒന്ന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ഭൂമി വഖഫിന് തിരിച്ചു കൊടുക്കണമെന്ന നിലപാടല്ല എടുത്തിട്ടുള്ളത്. ആ ഭൂമി അവിടുത്തുകാർക്ക് കൊടുക്കണമെന്ന നിലപാടാണ് പരസ്യമായി എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് മുസ്ലിം ലീഗ് ഇതുവരെ പുറകോട്ട് പോയിട്ടില്ല. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് സമരപന്തലിൽ വെച്ചും അതിന് പുറത്തു വെച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. ആ ഭൂമി അവിടുത്തുകാർക്കുള്ളതാണ്, ആ ഭൂമി വാങ്ങിയ ആളുകൾക്കുള്ളതാണ്. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇത് നിസാർ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ ഒരു ടെൻഷനിലേക്ക് മാറ്റി, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മുതലെടുക്കാമെന്ന് ആ VS-ന്റെ കാലഘട്ടം മുതൽ ആരംഭിച്ചതുകൊണ്ടുണ്ടായ പ്രശ്നം മാത്രമാണ്. അല്ലാത്ത ഒരു വിഷയവും ആ മുലമ്പം വിഷയത്തിലില്ല. പിന്നെ ആർക്കെങ്കിലും മുതലെടുക്കണമെങ്കിൽ എടുത്തോട്ടെ. കോൺഗ്രസിന്റെ നിലപാടിൽ യാതൊരു മാറ്റവും ഓക്കെ. അപ്പോ 2014 വന്ന അമെന്റ്മെന്റ്, അതായത് UPA ഗവൺമെന്റ് പോകുന്നതിന് മുൻപ് ഈ വഖഫ് ബില്ലിൽ കൊണ്ടുവന്ന ഭേദഗതികളെ കുറിച്ച് താങ്കൾക്കറിയാമോ? ആ ഭേദഗതികളിലെ ഇത്തരത്തിലുള്ളൊരു കടും വെട്ടിന് ഈ വഖഫ് ബോർഡിനെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കിയത് ഇവിടെ തീർച്ചയായും VS സർക്കാരായാലും ഇടതുപക്ഷമായാലും നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമമുണ്ടായിരിക്കാം. പക്ഷേ ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ 2014 എടുത്ത ഏറ്റവും സുപ്രധാനമായ അമെന്റ്മെന്റ് അതല്ലേ ഇങ്ങനെ നിർബാധം അന്യമതസ്ഥരുടെ വസ്തുക്കൾ അല്ലെങ്കിൽ വഖഫ് പറയുന്ന ഇന്ന ഭൂമി വഖഫിലേക്ക് വന്നു ചേരുന്ന ആ ഒരു വല്ലാത്ത കാടൻ നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച കക്ഷികളല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത്? ആ പാപഭാരത്തിൽ നിന്ന് തൽക്കാലം നിങ്ങൾക്ക് തലയുരാൻ കഴിയുമോ? 2013 അമെന്റ്മെന്റിൽ ആ ഏതെങ്കിലും ഭൂമിയിൽ പോയി ക്ലെയിം ചെയ്യാനുള്ളതൊന്നും ഇല്ല. ഏതെങ്കിലും ഭൂമിയിൽ തർക്കമുണ്ട് എങ്കിൽ വഖഫ് ചെയ്ത ഭൂമിയിൽ തർക്കമുണ്ട് എങ്കിൽ അവർക്ക് അവകാശം പറയാമെന്നേ പറഞ്ഞിട്ടുള്ളൂ 2013. എന്തേ അതിനുശേഷം വന്ന ഒരു സ്ഥലത്തും ഒരാളും അത് ചാലഞ്ച് ചെയ്യാതിരുന്നത്? 2013 ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നതിന് ശേഷം ഇവിടെ എത്ര കാലം ഭരിച്ചു? അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പോഴാണല്ലോ നിങ്ങൾ അധികാരം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിനകത്ത് 2013 മൻമോഹൻ സിംഗിന്റെ അമെന്റ്മെന്റിന് ശേഷം ഇന്ത്യ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മാറ്റം വന്നോ? ഞാൻ ചോദിക്കുന്നത് 2013 നിസാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്? VS അച്യുതാനന്ദൻ ഭരിച്ച 2013 ഈ നിയമത്തിന് ശേഷമാണോ? അങ്ങനെയാണെങ്കിൽ പറ, നമുക്ക് അതിലേക്ക് ചർച്ച ചെയ്യാം. മുൻപത്തെ പ്രശ്നം അതുപോലെ സജീവമാണ്. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എന്താണ് ആ വിഷയത്തിൽ ചെയ്തത്? നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഈ അടുത്ത കാലത്താണ് നീലിമ ഈ കരമടയ്ക്കാൻ ചെന്ന കാലത്ത് പറയുന്നത് ഇങ്ങനെയൊരു വിധിയുണ്ട് എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് അതിനുശേഷമാണ് അവിടെ സമരം ചെയ്തത്, ശക്തിപ്പെട്ടത്. അല്ലാതെ കഴിഞ്ഞ 13 കൊല്ലമായിട്ട് മുൻപത്തെ സമരമൊന്നുമില്ല. ഇത് ഏകദേശം പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ചില ആളുകൾ ഇത് കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയത്. ആ കുത്തിത്തിരിപ്പുള്ള ആളുകൾക്ക് എന്തെങ്കിലും മുതലെടുപ്പുണ്ടാവും. താങ്കൾ ഉന്നം വെക്കുന്നത് ആരെയാണെന്ന് വളരെ കൃത്യമായി അറിയാം. ഞാൻ അങ്ങയിലേക്ക് എത്താം.